തന്മാത്ര ബർഗർ നേരെ കണ്ടോ? ഇന്ന് പെരുമഴയല്ലേ, ഇന്നിപ്പം ഇതൊക്കെ നടക്കുള്ളൂ. അതെ റെഡി 1 2 3. അത് തന്മാത്ര ബർഗർ കണ്ടോളൂ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്പെഷ്യലാണ് കേട്ടോ. ഇപ്പോൾ തന്മാത്ര ബർഗർ ഇപ്പോൾ ശരി ചെയ്തരാം. കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഡിഷാണ്, മനസ്സിലായോ? ഒന്നും വേണ്ട, സാധാരണ മുട്ട എടുത്ത് ആംപ്ലേറ്റ് അടിക്കുക. ആംപ്ലേറ്റ് അടിച്ചിട്ട് ഇതുപോലത്തെ ബ്രെഡ് കൊണ്ടുവരിക. ബ്രെഡ് പറഞ്ഞാൽ ബർഗർ റൊട്ടി മോഡൽ റൊട്ടി കിട്ടും. 10 എണ്ണത്തിന് 60 റുപ്യ. അപ്പോൾ ഒരു പെണ്ണിന് നമുക്ക് 6 രൂപ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാനൊക്കെ 4 മുട്ട ഉണ്ടെങ്കിൽ ഇവിടെ കിടക്കും. ഞാൻ ഒന്നുകൂടി മറിച്ചിടാം. ഒന്നുകൂടി ഈ അടിഭാഗം ഈ മോൾ ഭാഗം ചൂടായി കിട്ടിയോ ഉണ്ടോ? ഇങ്ങനെ മറിച്ചിടാം. ഓക്കെ, ഇപ്പം എന്തായി? ബ്രെഡ് ചൂടായി ചെയ്തു, ഓംപ്ലേറ്റ് ആയി, ഒക്കെ ആയി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മത് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇത് കണക്കായി ഒരു പ്ലാൻ എടുക്കാം. പ്ലാൻ എടുത്തിട്ട് നമ്മളിങ്ങനെ മറിച്ചാം. അല്ല ഇതാണ്. ഇനി നമുക്ക് 4 ആളിൻ്റെ 4 പീസാക്കി മുറിച്ചെടുക്കാം. ഇപ്പോൾ 4 പീസായി ഞാൻ പറയുക. ഇനി നമുക്ക് കുട്ടികൾ കഴിക്കാൻ കൊടുക്കാം. ഇതുണ്ട്, 2 ഭാഗത്തും ബ്രെഡ് ഉണ്ടാവും. വാഹദ് ഇത്തിന് 3 4. അപ്പോൾ എന്തെങ്കിലും ആംപ്ലേറ്റ് അടിച്ചെത്താലോ അല്ലെങ്കിൽ കുട്ടികൾ മുട്ട കഴിക്കൂല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കുത്തിക്കണി കാണിച്ചാൽ കുട്ടികൾക്ക് വെറൈറ്റി ആയിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ നല്ലോണം കഴിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈവനിങ് പറഞ്ഞൊരു ഒരു ചാനലുണ്ട്. അതെല്ലാവരും പോയി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും പോയി ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 4 മുട്ട കൊണ്ട് നമ്മൾ 8 ബർഗർ ഉണ്ടാക്കി. 8 ബർഗർ ഉണ്ടാക്കാം. കുട്ടിയൊക്കെ 2 പീസ് കഴിച്ച് ഒരു വെറൈറ്റി ആയിട്ട് റൊട്ടി ഇങ്ങനെ കീറാം. എന്നിട്ട് അടിഭാഗം ഉണ്ടല്ലോ, ഇതെടുക്കുക. ഇതിലെടുത്ത് ഇവിടെ കൊടുക്കുക. മേൽഭാഗം പിന്നെ വെക്കുക. അടിഭാഗം വെച്ചില്ല എന്താണോ മേൽഭാഗം ഒട്ടിപ്പിടിക്കും. അപ്പോൾ അടിഭാഗത്തും കുറച്ച് കട്ടിൻ്റെ ഭാഗമാകുമ്പോൾ ഒട്ടിപ്പിടിക്കും. മഴക്കാലത്ത് ഇതൊക്കെ നടക്കുള്ളൂ കേട്ടോ. അല്ല പൊറാട്ടയും പിന്നെ ദോശയും തോന്നുന്നുണ്ടൊന്നും നടക്കില്ല. അങ്ങനെയൊക്കെ സമയം എടുക്കും. ഇപ്പോൾ കറണ്ടും ഇല്ല. കറണ്ട് മിക്സിയിൽ ഇറക്കി അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കൂലല്ലോ. ഫിഷുകൾ നടക്കുള്ളൂ. കുട്ടികളെ ഇഷ്ടപ്പെടുന്നു. എന്നൊരു ചീയാണ് അപ്പം ചുട്ടാൽ തലസം. ഇതൊരു വെറൈറ്റി ആണ്. ഇത് മറിക്കണത് എല്ലാവർക്കും കഴിയണമെന്നുണ്ടെങ്കിൽ, മറിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമോ, ഇത് 4 പീസാക്കാം. 4 പീസാക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ 4 പീസാക്കിയതിന് ശേഷം നമുക്ക് ഓരോന്ന് മെല്ലെ മറിച്ചിട്ടാൽ മതി. ഞാൻ 4 മറിച്ച് ഞാനിത് മറിച്ചിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ മറിക്കുന്നത്. അതുപോലെ എല്ലാവരും മറിക്കണമെന്നില്ല. എനിക്ക് കൈവഴി മറിച്ചിട്ട് കേട്ടോ. ഞാൻ അപ്പോൾ ഇതിങ്ങനെ മറിക്കണമെന്ന് ഇങ്ങനെയാണ് ഉണ്ടോ. എനിക്ക് സിമ്പിളായിട്ട് മറിക്കാൻ കഴിയും. എല്ലാവർക്കും കഴിയണം. അപ്പോൾ 4 പീസ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഓരോന്ന് മെല്ലെ മറിച്ചിട്ടാണ് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഓരോ പീസും വെക്കണം. അപ്പോൾ തന്മാത്ര ബർഗർ ആകും. ഇതിന് പേര് ഞാട്ടതാട്ടോ. ഇങ്ങനെ ഇതില്ലാത്തതാണ്. ഞാട്ട പേരാണ് തന്മാത്ര ബർഗർ. ഈ തന്മാത്ര എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് 4 ഒട്ടി നിൽക്കൊണ്ടാണ് തന്മാത്ര എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളൊക്കെ പഠിച്ചില്ല തന്മാത്രകൾ. ആ തന്മാത്ര പറ്റി അങ്ങനെ പേരിട്ടതാട്ടോ. ഇപ്പോൾ അടിഭാഗം നമ്മൾ ആ ബ്രെഡ് നല്ലോണം ഹീറ്റായി. ഇനി മുകൾ ഭാഗം കൂടെ നമുക്ക് ഹീറ്റാക്കണമെന്നുണ്ടെങ്കിൽ അത് പോയി പറഞ്ഞ മാതിരി കട്ട് ചെയ്താണ്. അപ്പോൾ ഇത് മറിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ 4 പീസാക്കിയിട്ട് മറിച്ചാം. എന്നാൽ ഓരോ ചെറിയ മറിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പിന്നെ മറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗം ചൂടാക്കാൻ മറിക്കാട്ടോ. മറിക്കണം ഇങ്ങനെ എല്ലാവർക്കും കഴിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് മുട്ടി പിടിക്കാൻ വേണ്ട മറിക്കാൻ. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
അപ്പോൾ അടിഭാഗം നമ്മൾ ഭർത്താൻ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് കരി അത് നോക്കാം. കരിഞ്ഞിട്ടില്ല, കരിയാൻ പോകുന്നു. അപ്പോൾ അത് റെഡി ആയിട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഷർട്ടിടാനൊക്കെ മറന്നുപോയി. അപ്പോൾ ഇത് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ തോന്നിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ വീഡിയോ എടുത്താണ് കേട്ടോ. എന്നായിക്കോട്ടെ. അസ്സലാമു അലൈക്കും. നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് അടിക്കുക. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ചെയ്യാം.